അല്ല ശ്രീ ഹാഷ്മി, ഒന്നാമത്തെ പ്രശ്നം സഖാവ് ചിത്തരഞ്ജൻ ചാനൽ ചർച്ചയിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുക, അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് തന്റെ വാദം ജയിക്കാൻ വേണ്ടി താങ്കളുടെ മണ്ഡലത്തിൽ താങ്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്നത് പച്ച കള്ളം പറയാൻ പാടുണ്ടോ? താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ ചർച്ച കാണുകയല്ലേ? താങ്കൾ കള്ളം പറയാൻ പാടുണ്ടോ? എങ്ങനെയാണ് ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഖാദർ മങ്ങാട് എന്ന് നിങ്ങൾ വൈസ് ചാൻസലർ ആക്കിയത് ഒറ്റയാളുടെ പേരല്ലേ നിങ്ങൾ സെർച്ച് കമ്മിറ്റി കൊടുത്തത്? നമ്മൾ തിരുത്തുമ്പോൾ അത് തിരുത്തും. കാര്യമാണെങ്കിൽ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇതാണ് വസ്തുത എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിന് പച്ചക്കള്ളം നല്ലത്. അദ്ദേഹത്തിന് പിന്നെ സത്യവാൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് സത്യവാൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ കഴിയുമോ? കഴിയില്ല. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. പിണറായി വിജയൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഗോപിനാഥ് രവീന്ദ്രന്റെ യോഗ്യത എന്താണ് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ബിന്ദു എന്ന് പറയുന്ന മന്ത്രിയെ നിങ്ങൾ ആക്ഷേപിച്ചു. നിങ്ങൾ ആ മന്ത്രിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ അവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലേ? ഈ ചർച്ചയിൽ എന്താ കാര്യം? അതിന് വ്യക്തിപരമായി എന്താ ആക്ഷേപമാ? വ്യക്തിപരമായി സഖാവ് ബിന്ദുവിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണമുണ്ട്. അവർ പ്രൊഫസർ എന്ന് ടാഗ് ഉപയോഗിച്ചു. അവർക്ക് യോഗ്യതയില്ലാതെ ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണോ? അവരുടെ വൈസ് പ്രിൻസിപ്പൽ തസ്തിക ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണോ? അവരുടെ വൈസ് പ്രിൻസിപ്പൽ തസ്തിക ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണോ? വ്യക്തിപരമായി എന്താ ആരോപണമാണ് ബിന്ദുവിനെതിരെ? വ്യക്തിപരമായി എന്താ ആക്ഷേപിച്ചത്? വസ്തുതാവിരുദ്ധമായി എന്ത് കാര്യമായി ആക്ഷേപമായിട്ട് പറഞ്ഞത്? മന്ത്രിയായി നിങ്ങളുടെ പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വേറെ വനിതകളെ നിങ്ങൾ ആക്കിയില്ലല്ലോ. എന്തൊക്കെ നിങ്ങൾ ചോദിക്കുവാൻ ഈ ചർച്ചയിൽ എന്താണ് കാര്യം? അത് എന്റെ വാദമല്ലല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരുടെ വാദമല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ഷേപിച്ചത് നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? തൃശ്ശൂരുള്ള നിങ്ങളുടെ സഖാക്കന്മാരല്ലേ ആക്ഷേപിച്ചത്? നമ്മുടെ വിഷയം അതല്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അതല്ല. ആ വേല കയ്യിലിരിക്കട്ടെ. ശരി, അങ്ങനെ പറയുന്നില്ല. രാഹുൽ വിഷയത്തിലേക്ക് വരും. ഏത് ചട്ടം ചോദ്യത്തിന് മറുപടി കൊടുത്താൽ രാഹുൽ പിന്നെ മിണ്ടില്ല. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. ചിത്തരഞ്ജൻ വളരെ വിനയത്തോടു കൂടി പറയട്ടെ. അവരുടെ അഭിപ്രായമാണ് കൊടുത്തിരിക്കുന്നത്. തീരുമാനിക്കാം. അതിനുള്ള അധികാരവും അവകാശമുണ്ട്. അധികാരാവകാശം ഇല്ല. MLA അല്ലേ, അങ്ങനെ കത്ത് കൊടുക്കാൻ കഴിയില്ല എന്നറിയില്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ കത്ത് കൊടുക്കാൻ കഴിയില്ലെന്ന് താങ്കൾക്ക് അറിയില്ലേ? കോടതിയിൽ പറഞ്ഞോളാം. അങ്ങനെ കത്ത് കൊടുക്കാൻ കഴിയില്ലെന്ന് താങ്കൾക്ക് അറിയില്ലേ? താങ്കൾ ഒരു MLA അല്ലേ? പിന്നെ സഖാവ് ചിത്തരഞ്ജനോട് വളരെ ഏത് സാഹചര്യം എന്ന് പറഞ്ഞല്ലോ, ചാൻസലറും പ്രോ ചാൻസലറുമായിട്ടുള്ള ഇടപാടാണത്. സർവകലാശാല നിയമനത്തിൽ ഒരു അധികാരവും ഇല്ല. അങ്ങനെയൊക്കെ വഴിയില്ല. ഒരധികാരവുമില്ല. ഇതുകൊണ്ടാണ് ഹാഷ്മി ഞാൻ പറഞ്ഞത് പച്ചക്കള്ളം പറയുകയാണ്. സമയങ്ങൾ അല്ല ശ്രീ ഹാഷ്മി, എനിക്ക് സമയം തരണം. ഞാൻ പറയട്ടെ. ആദ്യമേ വിനയത്തോടു ശ്രീ ഹാഷ്മി, ആദ്യമേ വിനയത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. സഖാവ് ചിത്തരഞ്ജനോട് വേല കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ ശ്രമിച്ചു. സഖാവ് ചിത്തരഞ്ജന്റെ വരട്ടൽ കേട്ടാൽ ഞാൻ 6ാമത്തെ വയസ്സിൽ പോലും പേടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അത് മാത്രമേ പറയാനായിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ പച്ചക്കള്ളം എന്ന് പറയുന്നത് നിങ്ങൾ